PR ടീമിനെ കൊണ്ട് സൂര്യനെന്ന് സ്വയം പുകഴ്ത്തുന്നതല്ലാതെ സ്വപ്നയെ കണ്ടാൽ പോലും ഭയക്കും പിണറായി വിജയൻ. ഈ മുഖ്യൻ ജൂൺ 4 എങ്ങനെ അതിജീവിക്കും? അതിനുമപ്പുറം മെയ് 4 എന്ന ദിവസം ഉറക്കം കെടുത്തുന്നുണ്ടാകും. ഈ വർഷത്തെ TP ചന്ദ്രശേഖരൻ രക്തസാക്ഷി ദിനം ഇതുവരെ മലയാളി ആചരിച്ച TP രക്തസാക്ഷി ദിനാചരണങ്ങളിൽ നിന്ന് പലതുകൊണ്ടും വ്യതിരിക്തമാണ്. കേരള ഹൈക്കോടതി സ്ഫടികം പോലെ സംശുദ്ധമായ നിയമത്തിന്റെ അന്തസത്ത രക്തസാക്ഷി ദിനത്തിന് തൊട്ടു മുൻപായി പുതുക്കി കൂടുതൽ തെളിമയാർന്നതാക്കി എന്നത് അതിലൊന്നു മാത്രമാണ്. നിയമത്തെ ആദരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഈ വിധി കൂടുതൽ പ്രത്യാശ നൽകുന്നത് തന്നെയാണെന്ന് തുറന്നടിച്ചിരിക്കുന്നു ശക്തിധരൻ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടകരയിൽ ഇക്കുറി UDF സ്ഥാനാർത്ഥി കരുത്തനായ ഷാഫി പറമ്പിലായിരുന്നുവെങ്കിലും അവിടുത്തെ പ്രചാരണത്തിന്റെ ഊർജ സ്രോതസ് KK രമ ആയിരുന്നു എന്നത് അഭിമാനകരമാണ്. ഈ തെരഞ്ഞെടുപ്പോടെ KK രമയുടെ ഖ്യാതി കൂടുതൽ ഉയരങ്ങളിലേക്ക് പരക്കുന്നത് TP കാലത്തിന്റെ യവനികയ്ക്കുള്ളിൽ എവിടെയോ മറഞ്ഞിരുന്ന് കാണുന്നുണ്ടാകും. TP ഏൽപ്പിച്ചു പോയ കർമ്മകാണ്ഡത്തിന്റെ സാഫല്യമായിരിക്കാം അത്. പാനൂരിലെ ബോംബ് സ്ഫോടനത്തിലൂടെ സൃഷ്ടിച്ച ഭീതിയുടെ അന്തരീക്ഷം മറികടക്കാൻ TPയുടെ പ്രേയസിക്ക് വീര്യം പകർന്നതും TP വളർത്തിയെടുത്ത അണികൾ തന്നെയായിരുന്നു. അവിടെയും ജനക്കൂട്ടം കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തത് KK രമയെയായിരുന്നു. ചന്ദ്രശേഖരൻ ഏൽപ്പിച്ചുപോയ കടമ മുഴുമിപ്പിക്കാൻ വടകരയിൽ രാപകൽ വ്യത്യാസമില്ലാതെ രമയുണ്ടായിരുന്നു. രമയ്ക്ക് ഭാവി പ്രവർത്തനങ്ങൾക്കുള്ള ഒരു പരിശീലന കളരി കൂടിയായിരുന്നു വടകര. അതിന്റെ ഇടിമുഴക്കം ജൂൺ 4 വടകരയിൽ നിന്ന് ദിഗന്തങ്ങൾ പൊട്ടുമാർ ഉയരുമ്പോൾ അത് കേട്ട് TPയും ആനന്ദിക്കും. KK ശൈലജയുടെ പെരുന്നുണകളുടെ ശവപ്പറമ്പാകും ജൂൺ 4 വടകര. അതിൽ TPയുടെ ഓർമ്മകൾ വഹിച്ച പങ്ക് ചെറുതല്ല. TPയുടെ പരിപ്രേക്ഷ്യം എന്തുമാത്രം പ്രചോദനമായിരുന്നുവെന്ന് അന്ന് കേരളം തിരിച്ചറിയും. കേരളം കാത്തിരിക്കുന്ന ജൂൺ 4 മഹാവിജയത്തിൽ ഓരോ അണുവിലും TPയുടെ ഓർമ്മകൾ ഉണ്ടാകും. അതിന്റെ പ്രകമ്പനത്തിൽ ചെകുത്താന്മാരുടെ ക്ലിഫ് ഹൗസുകൾ നടുങ്ങും. ജീവിച്ചിരുന്നുവെങ്കിൽ ഇക്കഴിഞ്ഞ പൊതു തെരഞ്ഞെടുപ്പിൽ പോരാട്ട ഭൂമികയുടെ ഊർജ സ്രോതസ്സാകുമായിരുന്നു TP. ദുഷ്ടന്മാർ അതനുവദിച്ചില്ല. ഇനി ഒരു TPയെ കണ്ടെത്തണം. കാലം നമ്മെ ഏൽപ്പിക്കുന്നത് ഒരു ലക്ഷണമൊത്ത കമ്മ്യൂണിസ്റ്റിനെ സമൂഹത്തിന് നമുക്ക് സമ്മാനിക്കാൻ കഴിയണം. ആ കടമയാണ് KK രമ തുടങ്ങി വെച്ചിരിക്കുന്നത്. വിശ്രമം എന്തെന്ന് തിരിച്ചറിയാത്ത ആ ജീവിതത്തിന് കൂടുതൽ ശക്തി പകരാൻ ഓരോരുത്തർക്കും കഴിയണം. TPയുടെ ലെഗസി, TP പാകിയിട്ട ശിലകൾ ഒന്നിനുമേൽ മറ്റൊന്നായി പ്രതിഷ്ഠിക്കാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. ഈ പോരാട്ടം മൂർച്ഛിക്കുന്നതോടെ രാക്ഷസക്കൂട്ടം ഇനിയും TPമാരെ സൃഷ്ടിക്കാൻ ശ്രമിച്ചേക്കും. വാടക ഗുണ്ടകളെ അയച്ച് ഇനിയും അവർ കൊല്ലിക്കാം. ബംഗാളിൽ സംപൂജ്യരാക്കിയതുപോലെ കേരളത്തിലും അതുതന്നെ ആവർത്തിച്ചാലും അവർ പാഠം പഠിക്കില്ല. പിശാചിന് മാത്രം ചെയ്യാവുന്ന കൊടും ക്രൂരതകൾ അനായാസം ചെയ്യുന്ന മനസ്സാണത്. എന്തു ചെയ്യാനും മടിക്കില്ല ആധുനിക കംസൻ. വരാനിരിക്കുന്ന ജനവിധിയോടെ കൂടുതൽ തീവ്രമായ ആക്രമണങ്ങൾ ഉണ്ടാകാനാണ് സാധ്യത. അവരുടെ ആദ്യ ലക്ഷ്യം ആരാവുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അതിന്റെ ഡ്രസ് റിഹേഴ്സലാകാം പാനൂരിലെ ബോംബ് സ്ഫോടനം. നമുക്ക് TPയുടെ ഓർമ്മകളെയും രമയെയും കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കണം. ഇതായിരുന്നു ശക്തിധരൻ കുറിച്ചത്.